ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുമെന്ന പ്രചാരണം വിദേശ നാണ്യം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനും എന്ന് സംശയിച്ച് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്ന വാർത്തയിലേക്കാണ്. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്തൽ മാത്രം ലക്ഷ്യമിട്ടുള്ള നീക്കം ആയിരുന്നു എന്നും കണ്ടെത്തൽ ഉണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന പരിശോധന നടക്കേണ്ടതുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ഒരു ഉറപ്പും ലഭിക്കുന്നതിന് മുമ്പ് അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്രത്തെയും കബളിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. സാമ്പത്തിക ബാധ്യതയും വിദേശ നാണയവിനിമയ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും ഗൗരവമായ പരിശോധന നടത്തിയില്ല എന്നും ധനവകുപ്പിനെതിരെ കുറ്റപ്പെടുത്തലുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തും എന്ന പ്രചാരണം അത് ഈ വിദേശ നാണ്യം കടത്താൻ വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണല്ലോ. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? ഗുരുതരമായ കൂടുതൽ കണ്ടെത്തലേണ്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT വകുപ്പുമൊക്കെ അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഇത് നടന്നിട്ടുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്നും ആ റിപ്പോർട്ടിന്റെ മറ്റു ഭാഗങ്ങളിലെ വിശദാംശങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. പറയുന്നത് റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി RBC മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീൻ ടീമിനെ കൊണ്ടുവന്ന് നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിന്റെ സംഘാടകരായും സ്പോൺസറായും തിരഞ്ഞെടുത്തിൽ അതീവ ഗുരുതരമായ ഭരണഘടനാ വീഴ്ചകൾ അല്ലെങ്കിൽ നിയമപരമായ വീഴ്ചകൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാകുന്നു. റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി RBC നിരുപാധികമായി പണം നൽകുന്ന ഒരു ദാതാവ് മാത്രമല്ല, മറിച്ച് വിവിധ തലങ്ങൾ വഴി വൻതോതിൽ ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള സ്വകാര്യ വാണിജ്യ സ്ഥാപനമാണ്. ഈ ലാഭത്തിൽ ഒരു വിഹിതവും സർക്കാർ ലഭിക്കുന്നില്ല. അതായത് മെസ്സി വരുമ്പോൾ സ്വാഭാവികമായും വലിയ ചെലവുണ്ട്, അതിനപ്പുറം തന്നെ വലിയ വരവും ഉണ്ടാകും. ആ വരവിലൂടെ ലഭിക്കുന്ന ലാഭം സർക്കാരിന് ലഭിക്കില്ല, പകരം ഈ സ്വകാര്യ കമ്പനിക്ക് മാത്രം ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നിട്ടും ഈ ഫയലിൽ നിന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കും. എന്നിട്ടും അത് എന്തിന് സർക്കാർ ഇങ്ങനെ കൂട്ടുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മുൻ കായിക മന്ത്രിയുടെ ഓഫീസും മുൻ ചീഫ് സെക്രട്ടറിയും കമ്പനിയുമായി ചർച്ച നടത്തിയ ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ തിരഞ്ഞെടുത്തത്. ടെൻഡറും മറ്റ് ഏതരത്തിലുള്ള മത്സരാധിഷ്ഠിതമായ ഒരു ടെൻഡറും ഇല്ലാതെയാണ് നേരിട്ട് ഈ കമ്പനിക്ക് ഒറ്റ കമ്പനിക്ക് മാത്രമായി ഈ മെസ്സിയെ കൊണ്ടുവരാനുള്ള കരാർ നൽകിയത് എന്നാണ് പറയുന്നത്. അതും നിയമപരമായ ഒരു സാധുതയുമില്ലാത്തൊരു കരാറാണ് നൽകിയത്. താൽപര്യപത്രം ക്ഷണിക്കൽ, പരസ്യ ടെൻഡർ നടപടികൾ, സ്പോൺസർഷിപ്പ് നിരക്കുകളുടെ മൂല്യനിർണ്ണയം, വാണിജ്യപരമായ അവകാശങ്ങളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയവും കമ്പനിയുടെ സാമ്പത്തിക ശേഷി പരിശോധിക്കൽ, ഫണ്ടിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് ഇത്രയധികം ഫണ്ട് ഈ കമ്പനിക്ക് വന്നതെന്ന്. സ്വാഭാവികമായും സർക്കാർ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ സർക്കാർ ആരെങ്കിലും ഇത് പ്രധാനപ്പെട്ടൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ അവരുടെ സ്രോതസ് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അതുണ്ടായില്ല. ഈ കമ്പനിയുടെ പശ്ചാത്തല സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരം അന്നത്തെ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം നടന്ന ഒരു കാര്യമാണ്. ചീഫ് സെക്രട്ടറിയും കായിക മന്ത്രിയും ഒക്കെ നേരിട്ട് ഇടപെട്ട കാര്യം. എന്നിട്ടും ഇത്തരം പരിശോധന ഉണ്ടായില്ലെന്നാണ് കുറ്റപ്പെടുത്തുന്നത്. ഒരു സ്വകാര്യ കമ്പനിയെ മാത്രം തിരഞ്ഞെടുത്തുള്ള കൃത്യമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകളിൽ ഇല്ല. പൊതുമേഖലയിലെ ഏത് സംഭരണ വാണിജ്യ നടപടിയും പൂർണ്ണമായും സുതാര്യമാകണം, അത് മത്സരാധിഷ്ഠിത ടെൻഡറിലൂടെ വേണമെന്നാണ് നിയമം. പക്ഷേ അത്തരം ഒരു ചട്ടങ്ങളും ഇവിടെ പാലിക്കാതെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഈ കരാർ നൽകിയതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിനെയും ഇതുമായി ബന്ധപ്പെട്ട കബളിപ്പിക്കൽ സർക്കാരിനും നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു. 31/12/2024 RBC സർക്കാരിന് നൽകിയ കത്ത് നൽകിയത്. ഇതിൽ 24/12/24 സർക്കാർ ഉത്തരവിൽ AFAയും സർക്കാരും തമ്മിൽ നടത്തിയ ചർച്ചകളെക്കുറിച്ചും RBCയുടെ സ്പോൺസർഷിപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടില്ലെങ്കിൽ ചർച്ചകളുടെ കൃത്യമായ വ്യവസ്ഥകളൊന്നും വ്യക്തമാക്കിയിരുന്നില്ല. മാത്രമല്ല, ഇത് കേന്ദ്ര സർക്കാരിനെ കബളിപ്പിച്ചു, കേന്ദ്ര സർക്കാരിനെ പറ്റിച്ചു എന്ന കണ്ടെത്തലുമുണ്ട്. കാരണം 2024 ഡിസംബർ 27 സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഔദ്യോഗിക കത്തയച്ചിരുന്നു. അർജന്റീനയുടെ ലോകകപ്പ് ടീം കേരളത്തിൽ വരുന്നു എന്നാണ് അതിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിൽ തന്നെ വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം AFI സ്വീകരിച്ചു. ഇരുപക്ഷവും പൊതുധാരണയിലെത്തി. 6/10/2025 മുതൽ 13/10/2025 വരെയുള്ള സമയത്ത് മത്സരം നടക്കും തുടങ്ങിയ കാര്യങ്ങളുണ്ടായി. ഇങ്ങനെ അതാണല്ലോ അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് ഈ സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെട്ടത് എന്നതാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അനുമതികൾ നൽകിയത് എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ മുൻ സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നു. മുൻ സർക്കാർ ഈ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം
ഒരു ചില്ലിക്കാശ് പോലും സർക്കാർ ഖജനാവിന് നഷ്ടമില്ല, അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തമില്ല, ഇതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് കഴിഞ്ഞ സർക്കാർ പ്രതിനിധികൾ, പ്രത്യേകിച്ച് മുൻ കായിക മന്ത്രി ചെയ്തത്. തീർച്ചയായിട്ടും അവിടെയാണ് കേന്ദ്ര സർക്കാരിനെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നീക്കം നടത്തി, അല്ലെങ്കിൽ കായിക മന്ത്രി നീക്കം നടത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിന് അനുമതി നൽകുമ്പോൾ തന്നെ കേന്ദ്രത്തെ അറിയിച്ചത് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ കളവ് പറഞ്ഞാണ് കേന്ദ്രത്തെ പോലും പറ്റിച്ചതെന്ന് ഈ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഫെമ മാനദണ്ഡങ്ങളിൽ നിന്നോ മറ്റ് റവന്യൂ വെരിഫിക്കേഷനിൽ നിന്നോ ഒന്നും ഈ ഡീൽ ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ടും ആഭ്യന്തരത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന സംശയവും ഈ റിപ്പോർട്ടിലുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ സൂക്ഷ്മ പരിശോധന നടത്തേണ്ട അടിയന്തര ആവശ്യകത റിപ്പോർട്ടിൽ ഈ സ്പെഷ്യൽ സെക്രട്ടറി പ്രശാന്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിദേശ നാണയം ഇന്ത്യക്ക് പുറത്തേക്ക് കടത്താൻ മാത്രമായിരുന്നു ഈ പദ്ധതി എന്നാണ് ഫയലിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.